ഹലോ. സാംസങ് X23 ഇപ്പോൾ ഒരു 2 ഇയർ പ്ലസ് ആയിട്ടുള്ള ഡിവൈസാണ്. ഇപ്പോൾ നമ്മളിത് എടുത്തിട്ട് എക്സ്റ്റൻഡ് വാറൻറ്റി എടുത്തായത് ഇപ്പോൾ 2 ഇയർ പ്ലസ് ആയി കറൻ്റ്ലി. ഇപ്പോൾ കോമൺ ആയിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നൊരു ഇഷ്യൂ ആണ് ഇപ്പോൾ ഡിസ്പ്ലേ അടിച്ച് പോകുന്ന പരിപാടി, ഡിസ്പ്ലേ ലൈൻ വീഴുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല. S23, S24, S25 ഇപ്പോൾ സാംസങ് മാത്രമല്ല ഐഫോൺ ഉൾപ്പെടെ എല്ലാ ബ്രാൻഡ്സിൻ്റെയും ഡിസ്പ്ലേ ഇഷ്യൂസ് ഇപ്പോൾ കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ സാംസങ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായില്ല. അവർ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾക്കും ഈ ഒരു ഡിവൈസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് ശേഷം പിങ്ക് ലൈനും ഗ്രീൻ ലൈനൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇമേജ് ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ ഡിസ്പ്ലേ മാറ്റുവാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം സാംസങ് ഡിസ്പ്ലേ ഫ്രീ ആയിട്ട് മാറ്റി കൊടുക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അവർ നമ്മൾ കോസ്റ്റ് അതിനുള്ള ഡിസ്പ്ലേ കോസ്റ്റ് കൊടുത്താൽ മാത്രമാണ് അവർ ചേഞ്ച് ചെയ്ത് തരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു S23ക്ക് അവർ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഡിസ്പ്ലേ മാറി തന്നിരിക്കുകയാണ്. അവർ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഡിസ്പ്ലേ ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ റീപ്ലേസ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്, അത് ഏതൊക്കെ ഡിവൈസസിനാണ് കിട്ടുന്നത്, അപ്പോൾ അതിന് എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്നെല്ലാമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡിസ്പ്ലേയിൽ ലൈൻ വീണിട്ടുണ്ട്. ഈവൻ വീണിട്ടില്ലേ പോലും ഒരു സാംസങ് യൂസറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും വലിച്ചിട്ടുണ്ട്, ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് 256 GB ആണ് ഇപ്പോൾ ഈ വേരിയൻറ്റ്. ഇപ്പോൾ ഇത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മൾ ചെയ്തത് 1UI7 ആണ്. ആൻഡ്രോയിഡ് 15 ആണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിന് ശേഷമാണ് നമുക്ക് ലൈൻ വീണിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസ് നോക്കാം ഏത് അപ്ഡേറ്റാണ് കിടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിലാണ് നമുക്ക് ലൈൻ വീണത്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ശരിക്കും അത് വാറണ്ടിയിൽ അല്ലെങ്കിൽ ഇവൻ ആ ഒരു ക്ലെയിമിൽ അവർ മാറ്റി തരുന്നുണ്ടായിരുന്നില്ല. നമ്മൾ വേണമെങ്കിൽ ജോബ് കാർഡ് ഇട്ട് അവർ റിജക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് ഒരു 3 ലെവൽ ആ റേഞ്ചിൽ പോയാൽ മാത്രമാണ് പിന്നെയും നമുക്കൊരു റെസ്പോൺസ് കിട്ടി ഇത് മാറ്റി തരാനുള്ള ഒരു ഹോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ലോങ് പ്രോസസ്സ് തന്നെയാണ്. 1 ലെവലിൽ വിളിച്ച്, 2nd ലെവലിൽ വിളിച്ച്, 3rd ലെവൽ, അത് കുറേ പേര് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും അത്രത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിന് ശേഷം റീസെൻ്റ്ലി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ലെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെൻ്റ്ലി സാംസങ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തു S23 സീരീസ് അവർ ഫ്രീ ഓഫ് കോസ്റ്റിൽ സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് കാരണം നമുക്ക് ആ ഒരു ജോബ് കാർഡ് ഇടേണ്ട ഒരു ആവശ്യം വന്നില്ല. അപ്പോൾ കുറേ പേർക്ക് ഇതിന് മുമ്പുള്ളവർക്ക് അറിയാം, ജോബ് കാർഡ് ഇട്ടവർക്ക് ആ ഒരു ജോബ് കാർഡ് ഇട്ട എമൗണ്ട് പോലും റിട്ടേൺ കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത് ജോബ് കാർഡ് ഇടാൻ പറ്റി. അതുപോലെ തന്നെ സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് അവർ തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് അവർ നോക്കുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ടും ഫിസിക്കൽ ഡാമേജ് ആണ് അവർ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എഡ്ജസ് ഉണ്ടല്ലോ, ഈ എഡ്ജസിലൊന്നും ഡെൻറ്റ് പാടില്ല. അപ്പം നിലത്ത് നമ്മൾ വീഴുമ്പോഴുള്ള ആ ഒരു ചിളക്കം കാര്യങ്ങളൊന്നും ഇതിന് പാടില്ല. അതുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ അവർ റിജക്റ്റ് ചെയ്യും. സോ ഫ്രീ റീപ്ലേസ്മെൻറ്റ് അവർ തരില്ല, അത് റിജക്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഈ ഉണ്ടാകുന്ന കേസ് ഇടുമ്പോഴുള്ള മൈന്യൂട്ട് ഡോട്ട്, അതുപോലെ തന്നെ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് ഒന്നും അവരത്ര വലിയ കാര്യമായിട്ട് എടുക്കില്ല. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ മാറ്റി തരാനുള്ളത് അപ്രൂവ് ചെയ്ത് തരും. പക്ഷേ ഡെൻറ്റ് ഉണ്ട്, നിലത്ത് വീണ് ചിളക്കം കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഫ്രീ റീപ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് തരില്ല. സോ അതിൻ്റെ ബേസിൽ തന്നെ അത് റിജക്റ്റ് ചെയ്ത് കളയും. പിന്നെ നമ്മുടെ സ്ക്രീനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡാമേജസ് ഒന്നും ഉണ്ടാവില്ല, വെച്ചാൽ ക്രാക്ക് ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ കേസുകളും റിജക്ഷനാണ് വരുന്നത്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊരിക്കലും ഈ ഒരു ഡിവൈസ് അഴിച്ചിട്ടുണ്ടാവരുത്. ഇപ്പോൾ പുറത്തഴിച്ചു, ഇപ്പോൾ സർവീസ് സെൻറ്ററിൽ അഴിക്കുന്നത് എനിക്ക് തോന്നുന്നു അവർ ഓക്കെയാണ് പറയണത്. പക്ഷേ പുറത്ത് നമ്മൾ അഴിച്ച് ഈ ഒരു ഫോൺ സർവീസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ റിജക്റ്റ് ചെയ്യും. ഫ്രീ റീപ്ലേസ്മെൻറ്റ് നമുക്ക് ആ ഒരു കേസുകളിൽ ഇത് കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടും ഈ ഒരു ഫിസിക്കൽ ഡാമേജ് വൈസ് അവർ നോക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ആ ഫിസിക്കൽ ഡാമേജ് ബേസ്ഡായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫിസിക്കൽ കണ്ടീഷനിൽ നമ്മൾ നോക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ഫിസിക്കൽ കണ്ടീഷനിലെല്ലാം ഓക്കെയാണ്, അവർ ആ ഒരു ഏരിയ വെച്ച് നോക്കുമ്പോൾ അപ്രൂവ് ചെയ്തു തന്നിരിക്കട്ടെ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഒരു ബില്ല് വേണം. അപ്പോൾ ബില്ലുണ്ടെങ്കിൽ മാത്രമാണ് അവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ആ ബില്ലിൽ ആ ഉള്ള ആളുടെ പേര്, ഇപ്പോൾ ബില്ലിൽ ഇപ്പോൾ ആരുടെ പേരാണോ കിടക്കുന്നത് ആ ആളുടെ ID പ്രൂഫ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ അവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ബില്ലിൽ ആളുടെ പേരാണോ ആ സെയിം ആളുടെ ID പ്രൂഫ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ആ 2 പേര് അവർ ക്രോസ് ചെക്ക് ചെയ്യും. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ OTP പ്രോസസ്സൊക്കെ അതിന് സെപ്പറേറ്റ് ആണുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡോക്യുമെൻറ്റ് വൈസ് അവർക്ക് കൊടുക്കേണ്ടത്. ബില്ല് കൊടുക്കണം, അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ആ ഒരാളുടെ സെയിം ID പ്രൂഫ് കൊടുക്കണം. അപ്പോൾ ആധാറോ ഡ്രൈവിംഗ് ലൈസൻസോ ഏതാണെങ്കിലും കുഴപ്പമില്ല, ആ പേര് സെയിം ആയിട്ട് അവർക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ബോക്സ് കാര്യങ്ങളൊന്നും അവർ ചോദിച്ചിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബില്ലും ഈ ഒരു ID പ്രൂഫും മാത്രം കയ്യിൽ വയ്ക്കുക. അപ്പോൾ ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അറൗണ്ട് ഒരു 3 വീക്ക് അടുത്തെടുക്കും ഈ ഒരു
ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത് നമുക്ക് കിട്ടാൻ. മിനിമം 2 വീക്ക് എടുക്കും. അറൗണ്ട് ഒരു 3 വീക്കിനടുത്താണ് ആ ഒരു ടൈം പീരീഡ് അവരെടുക്കുന്നത്. കാരണം നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒത്തിരിയേറെ ആ ഒരു റീപ്ലേസ്മെൻറ്റിൻ്റെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ ഉണ്ടാവും എന്നവർ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞായിരുന്നു. അവർ ഫസ്റ്റ് തന്നെ നമുക്ക് പറഞ്ഞാൽ ഒരു 2 വീക്ക് മിനിമം എടുക്കും എന്നുള്ളത്. പക്ഷേ ഒരു 3 വീക്കിനോളം എടുത്തു നമുക്ക് ഇത് ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത് തന്നെ കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഒരു കോസ്റ്റാണ്. ഇപ്പോൾ ഫ്രീ റീപ്ലേസ്മെൻ്റ് ആണ് എങ്കിൽ പോലും നമുക്കൊരു കോസ്റ്റ് ഇതിന് വരുന്നുണ്ട്. അറൗണ്ട് ഒരു 650 രൂപ, ആ റേഞ്ച്, 649 ആ റേഞ്ചിലേക്കാണ് നമുക്കൊരു സർവീസ് കോസ്റ്റ് ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാശൊന്നുമില്ല, പക്ഷേ സർവീസിൻ്റെ കോസ്റ്റായിട്ടൊരു 650 രൂപ അടുത്ത് നമ്മൾ ഷോറൂമിൽ പേ ചെയ്യേണ്ടി വരും. അത് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ പേ ചെയ്താൽ മതി. ജോബ് കാർഡ് ഇടുമ്പോൾ പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫോൺ തരാൻ നേരത്ത് ആ ഒരു എമൗണ്ട് പേ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു സർവീസിൻ്റെ ഒരു പ്രോസസ്സും അതുപോലെ സർവീസ് കോസ്റ്റും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഏതൊക്കെ ഡിവൈസുകൾക്കാണ് കറൻ്റ്ലി ഈ ഒരു ഫ്രീ റീപ്ലേസ്മെൻറ്റ് സ്ക്രീനിന് നൽകുന്നത് എന്നുള്ളത് നോക്കിയാലോ. ഇപ്പോൾ S23 സീരീസ് വരെയാണ് കറൻ്റ്ലി സാംസങ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതായത് S23, S23 അൾട്ര പോലുള്ള മോഡൽസിനെല്ലാം ഇപ്പോൾ കറൻ്റ്ലി അവർ സ്ക്രീൻ റീപ്ലേസ്മെൻറ്റ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു സർവീസ് കോസ്റ്റ് കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരുള്ളൂ. പക്ഷേ S24, S25, S24 അൾട്ര അതുപോലെ S24 സീരീസും S25 സീരീസും നിലവിൽ ഒരു അപ്ഡേറ്റും സാംസങ്ങിൻ്റെ പോർഷനിൽ നിന്ന് വന്നിട്ടില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചതി തന്നെയാണ്. കാരണം ഇപ്പോൾ ലൈൻ വീഴുന്നത് ഇപ്പോൾ S23 മാത്രമല്ല, S24 വരുന്നുണ്ട്, S25 വരുന്നുണ്ട്. പക്ഷേ അവർ ഇതുവരെ ആ ഒരു കേസ് അഡ്രസ്സ് ചെയ്തിട്ടില്ല. അപ്പോൾ S24 S25 ഇനി നെക്സ്റ്റ് ഒരു ടൈമിലേക്ക് അവർ അപ്ഡേറ്റ് വരുമായിരിക്കും ഈ ലൈൻ വരുന്നത് ഫ്രീ റീപ്ലേസ്മെൻറ്റ്. പക്ഷേ കറൻ്റ്ലി S23 അൾട്ര വരെയുള്ള സീരീസുകൾക്കെല്ലാം ഫ്രീ റീപ്ലേസ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ വേറൊരു ചതി എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 2 വീക്കൊക്കെ ഈ ഫോൺ എടുക്കുന്നത് ഒരു ചതി തന്നെയാണ്. കാരണം സാംസങ്ങിൻ്റെ പോർഷനിൽ നിന്നുള്ള ഒരു ഇഷ്യൂ ആണ് ഈ ഒരു ഡിസ്പ്ലേ ലൈനിന് വീഴുന്നത്. അതും പോരാണ്ട് ഒരു 2 വീക്ക് 3 വീക്ക് അടുത്ത് നമ്മളൊരു ഡിവൈസ് ഇല്ലാണ്ട്, ഇപ്പോൾ നമ്മുടെ എല്ലാം ഡാറ്റാസും ഈ ഒരു ഡിവൈസ് തന്നെയാണ്. ഇവൻ നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ എല്ലാ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഈ ഒരു ഡിവൈസിലേക്കും കൊണ്ടുനടക്കുന്നത്. അത് നമുക്കൊരു 2 വീക്ക് മേളിൽ അവർ ടൈം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ചതി തന്നെയാണ്. ഇപ്പോൾ കുറച്ച് പേര് പറഞ്ഞു വരാം കമൻറ്റിൽ ഒരു ഫ്രീ ആയിട്ടുള്ള നിങ്ങൾക്ക് മാറ്റി തന്നെയാണ്. സോ ഇപ്പോൾ നമ്മുടെ പോർഷനിൽ നിന്ന് വന്നൊരു ഇഷ്യൂ കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അവർ 2 വീക്ക് എടുത്തു, 3 വീക്ക് എടുത്തു. പക്ഷേ ഇത് കമ്പനിയുടെ പോർഷനിൽ നിന്ന് വരുന്ന ഇഷ്യൂവിന് അവർ വീണ്ടും ഒരു 2 വീക്ക് എടുത്ത് തരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് ഓഫ് ടൈമാണ്. നമുക്ക് വേണ്ട ഒരു ടൈമിൽ ആ ഒരു ഡിവൈസ് ഇല്ലാണ്ട് വരുമ്പോൾ ഒത്തിരിയേറെ പേർക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. സോ ഇനിയിപ്പോൾ ഈ ഒരു റീപ്ലേസ്മെൻറ്റ് ഒരു ഫ്രീ ഓഫ് കോസ്റ്റിലാക്കിയ പോലെ തന്നെ കുറച്ചുകൂടി ഫാസ്റ്ററായിട്ട് ഈ ഒരു സർവീസ് കൂടി അവൈലബിൾ ആക്കുകയാണെങ്കിൽ ഇച്ചിരി ബെറ്റർ ആയിരിക്കും. കാരണം ഇപ്പോൾ ഒരു 2-3 ഡേയ്സ് ഓക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു 3 വീക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അവർ എത്രയൊക്കെ ക്യൂ ഉണ്ട്, എത്രയൊക്കെ ഡിലേ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു റീപ്ലേസ്മെൻറ്റ് കുറച്ചുകൂടി ഫാസ്റ്ററായിട്ട് അവൈലബിൾ ആക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത്രയാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് സാംസങ്ങിൻ്റെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ S23യുടെ ഒരു ഫ്രീ സ്ക്രീൻ റീപ്ലേസ്മെൻ്റ് ഒരു പ്രോസസ്സ്. ഇപ്പം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇൻ കേസ് ഈ ഒരു പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ID ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം, അതിലേക്ക് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് പേഴ്സണലി. പിന്നെ ഈ ഒരു ഡിവൈസിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഈ ഒരു 2025 S23 എടുക്കുന്നത് നല്ലതാണോ അല്ലയോ അല്ലെന്നുള്ള നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒട്ടും വൈകാണ്ട് ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കാണുന്നതിനൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ദെൻ, ബൈ.